ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഹീറോയിൻ ഷങ്സുവിനെ കണ്ടിട്ട് ഷോക്കായി നിൽക്കുന്നത് വരെയാണ്. നീ പോയില്ലേന്ന് ഷങ്സുവിൻ്റെ അടുത്ത് നീ ചോദിക്കും. ഞാൻ നിൻ്റെ പിന്നിലാണ് നിൽക്കണമായിരുന്നു, പിന്നെ എനിക്കെങ്ങനെ ബസ്സിൽ കയറാൻ പറ്റാനാന്ന് അവന് ചോദിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ പോകുമെന്ന് വിചാരിക്കും. ഈ സമയത്ത് ഷങ്സുവിനൊരു കോൾ വരെ ഉണ്ടാവും. അത് റങ്ങായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അവൾ എന്നിട്ട് ഇവരെവിടെയാണെന്നൊക്കെ ചോദിക്കും. അവൻ അപ്പോൾ അവളുടെ അടുത്ത് എൻ്റെ കൂടെ നീയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നീ അപ്പോൾ റങ്ങ വിളിച്ചെന്നറിയുമ്പോൾ എന്തിനാ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് പ്രശ്നമാവില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഷംസും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. പിന്നീട് ടാക്സിയിൽ പോയാലോന്നൊക്കെ അവർ ആലോചിക്കും. പിന്നെ ടാക്സി ഒന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഷംസു നടക്കാൻ തുടങ്ങും. നീയും അപ്പോൾ അവൻ്റെ കൂടെ തന്നെ നടക്കും. അവൾ നടക്കുമ്പോൾ അവളുടെ കാലിന് ചെറിയ വേദന ഉണ്ടാവും, അവൾ ഹീൽസ് ഇട്ട കാരണം കൊണ്ട്. അപ്പോൾ ഷൊങ്സു എന്തിനാ ഇതൊക്കെ ഇടണമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഇതൊക്കെ സാധാരണ ആയിട്ടുള്ള ഷൂസ് തന്നെ, റൊങ്ങും ഇത് തന്നെയാണല്ലോ ഇടുന്നത്, നീ ഇതുവരെ കണ്ടിട്ടില്ലേന്ന് അവൻ്റെ അടുത്ത് ചോദിക്കും. ഷൊങ്സു പിന്നെ നീനെ എന്തോ പോലെ നോക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ, എന്നെ കാണുമ്പോൾ നിനക്ക് ഒരു കഴിവില്ലാത്ത ഒരാളായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഷൊങ്സുവും എനിക്ക് അങ്ങനെ തന്നെ തോന്നണമെന്ന് പറയും. അപ്പോൾ നീ അവൻ്റെ അടുത്ത് പറയും, ഇതൊക്കെ നീ വിട്ടോ, എനിക്കൊരു സമയം വരും, അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ 2 ഗ്രേപ്സ് ഉണ്ടെങ്കിൽ അതിലേറ്റവും വലുത് മാത്രമായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുകയെന്ന്. ഷങ്സു അപ്പോൾ പറയും, ഞാനും വലുത് തന്നെ തിരഞ്ഞെടുക്കുക, പക്ഷേ വലുത് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന്. നീ അപ്പോൾ വിചാരിക്കുക ഇവൻ റൊങ്ങിനെ കുറിച്ചാണ് പറയണതെന്നാണ്. അപ്പോൾ അവളും ആ വലുത് നിനക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഹോസ്റ്റലെത്തിപ്പോൾ കയറിപ്പോവും. പിന്നീട് അവൾ തിരിച്ചു വന്ന് അവൻ്റെ അടുത്ത് പറയും, നിൻ്റെ ഹെയർ കട്ട് നല്ലതാണ്, പിന്നെ നിനക്ക് വൈറ്റ് ഷർട്ട് നന്നായി ചേരുന്നൊക്കെ. എന്നിട്ട് അവൾ പിന്നെ യാത്ര ഒന്നും പറയാതെ വേഗം ഉള്ളിലേക്ക് തിരിച്ചു പോവും. ഷങ്സുവും ഇവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ച് അവനും തിരിച്ചു നടക്കും. അങ്ങനെ തിരിച്ചു നടന്നിട്ട് നമ്മുടെ ഹീറോയിന് ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവില്ല. അവൾ വേഗം ബാൽക്കണിയിൽ പോയിട്ട് അവനെ എത്തി നോക്കും. എന്നിട്ട് അവൻ്റെ പേര് വിളിച്ചിട്ട് ബായ് പറയും. അവൾ അവൻ്റെ അടുത്ത് ടാറ്റ പറയുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാവും. പക്ഷേ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക ഈ കോളേജ് കഴിയുന്നതോടൊപ്പം നമ്മുടെ ഇഷ്ടവും ഇല്ലാതാവുന്നതായിരിക്കും. അങ്ങനെ ഇവർ കോളേജ് കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നീയുടെ കസിൻ അവളെ നിർബന്ധിച്ച് ഒരു ട്രിപ്പിന് കൂട്ടിക്കൊണ്ടുപോകും. അവൾക്കാണെങ്കിൽ പ്ലെയിനിൽ പോകാൻ നല്ല പേടിയായിരിക്കും. അവൾ മറ്റേ വെട്ട സിനിമയിലെ ആക്ട്രസിനെ പോലെ ഫുൾ സേഫ്റ്റിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവളുടെ കസിനാണെങ്കിൽ അവളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കണുണ്ടാവും. അവളുടെ കസിനാണെങ്കിൽ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അവളുടെ കസിൻ്റെ അടുത്ത് പറയും, ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കേണ്ട, ഇത് ചിലപ്പോൾ അവസാനത്തെ ഫോട്ടോ ആയാലോ, ചിലവരുടെ അങ്ങനെയൊക്കെ ആവാറുണ്ടെന്ന്. അപ്പോൾ തൊട്ടടുത്ത് സീറ്റിലിരിക്കുന്ന ആളൊക്കെ പേടിക്കും. അങ്ങനെ അവർ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ തുടങ്ങും കസിൻ്റെ അടുത്ത്. അപ്പോൾ അവൾ ചോദിക്കും, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ട് എന്നെ എന്തിനാ നീ ട്രിപ്പിന് നിർബന്ധിച്ച് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അവൻ പറയും, നീ അവിടെ വിഷമിച്ചിരിക്കണ കാരണം കൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ തയ്യാറായതെന്ന്. അപ്പോൾ അവൾ അവനെ ഹഗ് ചെയ്യും. എന്നിട്ട് 2 പേരും ആ ട്രിപ്പ് എൻജോയ് ചെയ്യും. അവർ ഒരു 2 മാസം ആ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടാവും. 2 മാസത്തിന് ശേഷം അവൾ ചൈനയിലേക്ക് തിരിച്ചു വന്നിട്ട് ആദ്യം കാണാൻ പോവുക അമ്മയാണ്. എന്നിട്ട് അമ്മയുടെ അടുത്ത് ട്രിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നീട് അവൾ ജോലിക്ക് അപേക്ഷിച്ചത് ലിനിൻ്റെ കമ്പനിയിൽ ജോലി കിട്ടിയ കാര്യം പറയും. അപ്പോൾ അവളുടെ അമ്മ പറയും, ആ കമ്പനിയിൽ നമ്മുടെ ഷെയർ ഉണ്ട് എന്ന്. പിന്നീട് അവൾ അവളുടെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവും. അച്ഛനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അച്ഛൻ അവൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അവളുടെ അച്ഛൻ്റെ വേറെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കും. പിന്നെ അച്ഛനും അമ്മയും നീയും ഒരുമിച്ചുള്ള സമയങ്ങളൊക്കെ അവൾ ആലോചിച്ച് വിഷമിക്കും. അവളുടെ അച്ഛൻ അവരുടെ കമ്പനിയുടെ CEO ആവാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൾ എനിക്കതിനുള്ള മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് ലിനിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. ലിന്നാണെങ്കിൽ കമ്പനിയുടെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അവൻ ഒരു ബാങ്കുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവും. അതിന് പോകുമ്പോൾ അവിടെ വെച്ച് ഷങ്സുവിനെ കണ്ടിട്ടുണ്ടാവും. അവനെ കാണുമ്പോൾ അന്ന് കൊണ്ടുവന്ന റെസ്യൂമയുടെ ആൾ കമ്പനിയിൽ ജോയിൻ ചെയ്തോന്ന് ചോദിക്കും. പക്ഷേ ഷങ്സു ജോയിൻ ചെയ്തില്ല എന്നാണ് പറയുക. പക്ഷേ ഈ സമയത്ത് തന്നെ നീ കമ്പനിയിൽ എത്തിയിട്ടുണ്ടാവും. അവൾ ജോയിൻ ചെയ്ത് ഓഫീസിലുള്ള ആളുകളെയൊക്കെ പോയി പരിചയപ്പെടും. അവൾ ആ കമ്പനിയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവിടുത്തെ ഹെഡിനൊക്കെ പരിചയപ്പെടും. പിന്നീട് അവൾ നേരെ പോവുക ഹോസ്റ്റലിലേക്കായിരിക്കും. ഹോസ്റ്റലിൽ പോയി റൂമൊക്കെ കണ്ടുപിടിക്കും. ആ റൂമിൽ അവളെ കൂടാതെ 2 പേരുണ്ടാവും. അവർ 2 പേരുടെയും സ്വഭാവം നല്ലതായിരിക്കും. പഴയ ഫ്രണ്ട്സിനെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും ആവില്ല ഇപ്പോഴത്തെ കൂട്ടുകെട്ട്. അവർ കോളേജ് കഴിഞ്ഞിട്ട് ഇത്ര ലേറ്റായി ജോയിൻ ചെയ്തത് എന്താണെന്നൊക്കെ അവളോട് ചോദിക്കും. അവൾ ട്രിപ്പിന് പോയ കാര്യമൊക്കെ അവരുടെ അടുത്ത് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ നല്ല ഫ്രണ്ട്സ് ആവും. അവർ ബെഡൊക്കെ അറേഞ്ച് ചെയ്യാൻ നീനെ ഹെൽപ്പ് ചെയ്യും. അവർ 2 പേരും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും നീ ഫിനാൻസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അവരുടെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാം നല്ല രീതിയിൽ പോവും. നീ ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനും തുടങ്ങിയിട്ടുണ്ടാവും. പിന്നീട് അവർ ഓഫീസിലത്തെ ക്യാൻറ്റീനിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ത് പൊട്ട ഫുഡാണെന്നൊക്കെ എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കോളേജിലാണെങ്കിൽ ഫുഡ് മോശമാണെങ്കിലും കുറച്ച് ആൺകുട്ടികളെങ്കിലും ഉണ്ടായിരുന്നു നോക്കാം, ഇവിടെ അതും ഇല്ല എന്നൊക്കെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഫിനാൻസിലത്തെ കുറച്ച് ലേഡീസ് വരിക.
അവർ വന്നിട്ട് പറയും ഇതത്ര മോശമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല, ഇവിടെ ഒരാളുണ്ട് പുതിയതായിട്ട് വന്ന അസിസ്റ്റൻറ്റ് മാനേജർ, ആൾ മുന്നേ ഡോക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇപ്പം എന്താ ഇങ്ങനത്തെ ജോലി ചെയ്യാൻ വന്നിരിക്കണമെന്ന് അറിയില്ല എന്നൊക്കെ അവരങ്ങനെ ഇരുന്ന് സംസാരിക്കും. പിന്നീട് രാത്രിയാവും. നീയും അവളുടെ ഫ്രണ്ട്സും കൂടി ഡ്രാമ കാണാൻ വേണ്ടി ഇരിക്കായിരിക്കും. പക്ഷേ അവരുടെ ഹോസ്റ്റലിലെ വൈഫൈ കംപ്ലൈൻ്റ് ആവും. നീയുടെ ഫ്രണ്ടാണെങ്കിൽ ഒരു ഡ്രാമ അഡിക്റ്റ് ആയിരിക്കും. അവൾക്ക് ഡ്രാമ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി എന്താ ചെയ്യാമെന്ന് അവർ വിചാരിക്കും. അപ്പോൾ ഓഫീസിൽ പോയിട്ട് നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് ഡ്രാമ ഡൗൺലോഡ് ചെയ്ത് വന്നാലോ എന്ന് പറയും. എന്നാൽ ആര് പോകുന്നുള്ള കൺഫ്യൂഷനിൽ നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ കട്ട് കളിക്കാമെന്ന് പറയും. അങ്ങനെ അത് കളിച്ച് നമ്മുടെ ഹീറോയിൻ തോറ്റ് അവൾ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി പോവും. അവിടെ പോയി അവൾ ഡ്രാമയൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വൈഫൈ കണക്ഷൻ പോവുക. അപ്പോൾ അവൾ എന്താ പറ്റിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കേബിളൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കും. ആ സമയത്ത് പുറത്തൊരു കാർ വന്ന് നിന്നുണ്ടാവും. അതിൽ നിന്ന് ഇറങ്ങി വരിക നമ്മുടെ ഹീറോ ആയിരിക്കും. നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ കേബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമായിരിക്കും. അവളങ്ങനെ ചെക്ക് ചെയ്ത് അവസാനം ടേബിളിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും. അവൾ ഇരുട്ടത്താണല്ലോ ഇതൊക്കെ ചെയ്യണത്. അവളങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് ലൈറ്റ് ഇടും. അപ്പോൾ അവൾ ആരാണെന്ന് നോക്കുമ്പോൾ ഒരു കാല് മാത്രം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അവൾ പേടിക്കും, ഇതാരാ ഇനിയെന്ന് വിചാരിച്ചിട്ട്. അവൾ ഓഫീസിൽ ഇതുപോലെ ഒരാളെ ഇതുവരെ കണ്ടിട്ടുമില്ല. ലിനു വന്ന് ഇവളെന്താ ചെയ്യണമെന്ന് എത്തി നോക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ എങ്ങനെയൊക്കെയോ കൊട്ടിപ്പിടഞ്ഞ് ആ ടേബിളിൻ്റെ അടിയിൽ നിന്ന് പുറത്ത് വരും. അവൾ പുറത്തേക്ക് വരുമ്പോൾ മുടിയൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ടാവും. അപ്പോൾ ഹീറോ നീ എന്താ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കും. അവളപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങളാരാ, ഇതിന് മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ എന്നൊക്കെയാണ് ചോദിക്കുക. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസിന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കണ്ട.